ഗൈസ്, അപ്പോൾ ഇതാണ് ടയർ കേട്ടോ. സിയറ്റിൻ്റെ സ്റ്റീൽ റേഡിയിലാണ് വരുന്ന സംഭവം. കൊള്ളാം. അപ്പോൾ ആൽഫ H1 പോലെയൊക്കെ തന്നെ കുറച്ചുകൂടെ ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലോട്ട്. അതായത് ഡയറക്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടി ഓടുമ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഡയറക്റ്റ് എയർ ഫ്ലോ റേഡിയേറ്ററിലേക്ക് കിട്ടാതെയാണ് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നതെന്ന്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് മുന്നേ ഈ റീസൺ പറഞ്ഞിട്ടൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫുൾ വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ടതായിരുന്നു. പിന്നെ അതിനുശേഷം, അതായത് നമ്മുടെ ഓവർ ഹീറ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മുടെ ഓവർ ഹീറ്റിങ്, നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവും ഹീറ്റ് സെൻസറൊക്കെ മാറിയിട്ടും പലർക്കും ഹീറ്റിംഗ് ഇഷ്യൂ സോൾവ് ആയില്ല ബ്രോ, എന്ത് ചെയ്യണം എന്നിങ്ങനെ കുറേ മെസ്സേജ് വന്നു കേട്ടോ. അപ്പോൾ അതിൽ ലാസ്റ്റ് എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്നു. പുള്ളിയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ബ്രോ ഇതുപോലെ തന്നെയാണ്, ബ്രോ ചെയ്ത പോലെ ബ്രോയുടെ വീഡിയോ കണ്ടിട്ട്, അതായത് നമ്മുടെ ഹീറ്റിംഗ് സെൻസറും തെർമോസ്റ്റാറ്റ് വാൽവൊക്കെ മാറി ബ്രോ, പിന്നെ എന്താണ് കൂളൻ്റ് എല്ലാം മാറി, എന്നിട്ട് പോലും ഹീറ്റിംഗ് ഇതാവുന്നില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മുടെ വണ്ടി ഹീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിൽ പോലും ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇതുവരെ ചിലപ്പോൾ ആരും പറഞ്ഞു തരും, നല്ലപോലെയൊക്കെ ചിലപ്പോൾ മെക്കാനിക്സ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആരും ചിലപ്പോൾ ഈ ഒരു റീസൺ, ഞാൻ പറയാൻ പോകുന്ന റീസൺ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള റീസണാണ് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത്. ഞാനല്ല കണ്ടുപിടിച്ചത്, നമ്മുടെ പാരിപ്പള്ളിയിൽ നമ്മുടെ കൊടുക്കുന്ന ആ ഒരു മെക്കാനിക് ഉണ്ടല്ലോ, നമ്മുടെ പുള്ളിയാണ് ശരിക്കും അത് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എന്തായാലും NS ഉള്ളവർക്ക് യൂസ് ആവും. കുറച്ചധികം മെസ്സേജ് വന്നു, ബ്രോ എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും വണ്ടിയിൽ ഹീറ്റിംഗ് മാറുന്നില്ല, വണ്ടി ഹീറ്റാണ് എന്നൊക്കെ ഇഷ്ടം പോലെ മെസ്സേജ് വരാറുണ്ട്. ഞാൻ വെറുതെ തള്ളുന്നതല്ല, കുറേ പേര് ചോദിക്കാറുണ്ട്. എനിക്ക് NS ഉള്ളവർ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താണ് ചെയ്തത്, എന്ത് ചെയ്തപ്പോഴാണ് സോൾവ് ആയെന്നുള്ളത് റീസൺ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാക്ക് ടയർ സിയറ്റ് സൂംബ്രാഡെക്സ് ആണ് ബാക്കിൽ കിടക്കുന്നത്. അത് മാറുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 15,600 അങ്ങോട്ട് ടയർ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം തീരുമാനമായിട്ടുണ്ട് ടയർ. അതിന് എനിക്ക് തോന്നുന്നൊരു 1000 കിലോമീറ്റർ കൂടെയൊക്കെ ഓടുമെന്ന് ചോദിച്ചാൽ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. നല്ലൊരു ടയർ നോക്കി, അല്ലെ കുറച്ചെളുപ്പം നല്ലൊരു ടയർ ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ സെർച്ച് ചെയ്തു. എനിക്ക് അപ്പോളോ ആൽഫ H1 ഇടണമെന്നായിരുന്നു. അപ്പോൾ H1 കാട്ടി കിടിലം ഒരു ടയർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സിയറ്റിൻ്റെ തന്നെയാണ്, സിയറ്റിൻ്റെ സ്പോർട്സ് റാഡ്. അപ്പോളോ ആൽഫ H1 പോലെ സ്റ്റീൽ ബെൽറ്റഡ് ആയിട്ടുള്ള റേഡിയൽ ടയറാണ്, കംപ്ലീറ്റ്ലി റേഡിയൽ ടയറാണ്. അപ്പോളോ H1 കാട്ടിയൊക്കെ നല്ല ലൈഫുണ്ട്, നല്ല ഗ്രിപ്പുണ്ട്, വെറ്റ് ഗ്രിപ്പും റോഡ് ഗ്രിപ്പൊക്കെ അത്യാവശ്യം കയറി. ഓരോരുത്തരുടെ യൂസർ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോളോ നമ്മുടെ H1 കാട്ടിയൊക്കെ ബെറ്റർ ടയറാണെന്ന് പറയുന്നുണ്ട്. ലൈഫും കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളാവും. ഒരു സ്പെഷ്യലി ഫോർ ട്രാക്കിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടയർ ഡിസൈൻ ചെയ്തേക്കുന്നത്. സംഭവം കൊള്ളാം, ത്രെഡൊക്കെ കാണാനൊക്കെ രസമുണ്ട്. പിന്നെ നമ്മുടെ NSൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റോക്ക് അലൈവ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് കുറവായതുകൊണ്ട് 150ക്ക് ഇട്ട് കഴിഞ്ഞാലും ചെറുതായിട്ടേ നിൽക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. പക്ഷേ ഡോമിനറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല സൈസ് തോന്നും, അലോയ്ക്ക് വീതി ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു ടയർ ജസ്റ്റ് ഒന്ന് കാണണം. ഇവിടെ ഒരു കടയിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കടയിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. കട കഴിഞ്ഞു, പിന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു കടയിൽ സാധനമുണ്ട്. അപ്പോൾ ഞാൻ ടയർ ഇതുവരെ നേരിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് പോയൊന്ന് നോക്കിയിട്ട്, ഇന്നെന്തായാലും മാറുന്ന വീഡിയോ എന്തായാലും നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യും. ഫോണിൽ മാത്രമേ ആ ടയറിൻ്റെ ഫോട്ടോസ് മാത്രമേ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അന്ന് നേരിട്ടൊന്ന് ചെന്ന് കണ്ടിട്ടേ ആ ടയർ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നേരിട്ട് കാണുന്ന അത്ര ഫീല് ഫോണിൽ കാണുമ്പോൾ കിട്ടൂലല്ലോ. നേരിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ അറിയണ്ടേ, ത്രെഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ്. അപ്പോളോ ആൽഫ H1 ആയിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം സിമിലർ റേറ്റാണ്, സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. 150, 60, 17 തന്നെയാണ് വരുന്നത്. നമുക്ക് കട എത്താറായിട്ടുണ്ട്, പോയി നോക്കാം. നമ്മുടെ ഈ ഒരു കടയിൽ വന്നിട്ട് ഞാൻ കുറേ നാൾ മുന്നേ വീഡിയോ ചെയ്തതാണ് കേട്ടോ. അതായത് ട്രാക്ക് ടയറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. ജസ്റ്റ് ഒന്ന് അന്നുണ്ടായിരുന്നു കേട്ടോ. ചോദിച്ചു നോക്കാം. ടയറൊന്ന് കാണാവുന്നതാണ്. യൂട്യൂബിൽ ചാനലുണ്ട്.
അധികം ആർക്കും വലിയ പിടുത്തമില്ലേ ടയർ. ഓക്കെ, ടയർ ഗൈസ്. അപ്പോൾ ഇതാണ് ടയർ കേട്ടോ. സിയറ്റിൻ്റെ സ്റ്റീൽ റേഡിയിലാണ് വരുന്ന സംഭവം. കൊള്ളാം. അപ്പോൾ ആൽഫ H1 പോലെയൊക്കെ തന്നെ കുറച്ചുകൂടെ ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലോട്ട് മറ്റേനെക്കാട്ടി ത്രെഡുണ്ട് ഈ ഒരു സൈഡിലും, അതിൻ്റെ പാറ്റേണും എല്ലാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്പോർട്സ് റാഡ്. ഇവിടെ അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്പോർട്സ് റാഡ് 150, 60, 17 അപ്പോൾ നിങ്ങൾ പറ ഇത് വേണമെന്നുള്ള കേസ് പറ കേട്ടോ. സംഭവം കൊള്ളാം, സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അലോയിലോട്ട് കയറുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വയ്യ. ചേട്ടാ H1 കൂടെ ഒന്ന് കാണിക്കോ? പോയാ? അല്ല ഇതെടുത്തു കേട്ടോ. അത് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് സൈഡ് വെച്ച് കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ H1 കേട്ടോ. ഇത് പക്ഷേ 150 അല്ല, 140 H1. ഇപ്പോൾ 140 സൈസിലും വരുന്നുണ്ട്. പക്ഷേ ഈ സാധനം കൊള്ളാം കേട്ടോ. ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ സൈസ് കാണുമെന്നുള്ള കാര്യമൊന്നും അറിയാൻ വയ്യ. ഇത് രണ്ടിൻ്റെയും കൂടെ ത്രെഡ് നിങ്ങൾ നോക്കുക. ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടയറാണ്. ഇതാണ് അധികം ആരും കാണാത്തത്. ഞാൻ നെറ്റിലൊക്കെ അടിച്ച് നോക്കിയിട്ട് യൂട്യൂബിൽ ആരും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ, ഈ ഒരു ടയർ ഇടുന്നതിൻ്റെ. അപ്പോൾ മേ ബി നമ്മളായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റേറ്റ് ചോദിക്കാം. ചേട്ടാ റേറ്റ് എത്ര? 5700 പറഞ്ഞ? 5750. ടയർ മാറുന്ന റേറ്റ് ഇല്ലല്ലോ? ഓക്കെ ശരി ചേട്ടാ, വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് ടയർ. നിങ്ങൾ പറ, എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ട്. ഇവിടെ തന്നെ മാറിത്തരും, മാറുന്ന റേറ്റൊന്നുമില്ല. 5750 പറഞ്ഞു കേട്ടോ. 5750 കുഴപ്പമില്ല കേട്ടോ ടയർ. ഞാൻ നെറ്റിൽ അത്യാവശ്യം അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതാണ് പറഞ്ഞത്. അപ്പോൾ ഈ H1 ഇടല്ലേ എന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഷോർട്സിലങ്ങോട്ടാണെന്ന് തോന്നുന്നു. H1 ഓൺ സൈഡ് വെട്ടി തേയുന്നുണ്ട്. അപ്പോൾ ഈ വെട്ടി തേയുന്നത് വണ്ടി ടയറിൻ്റെ മാത്രം കുറ്റമല്ല. കാരണം വെട്ടി തേയുമെന്നും പറഞ്ഞൊരു ടയർ ഒരു ബ്രാൻഡ് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ വണ്ടിയുടെ വീൽ ബാലൻസിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം കേട്ടോ. കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്താതൊക്കെ ചെയിൻ ടൈറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ കൊണ്ടായിരിക്കാം. അല്ലാതെ ഒരു ടയറിൻ്റെ പ്രശ്നം കൊണ്ട് വെട്ടി തേയുമെന്ന് എനിക്കറിയില്ല. എന്താ നമ്മുടെ സിയറ്റ് സ്പോർട്സ് റാഡ് തന്നെ ഇട്ടാലോ എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടിട്ട് ടയർ നേരിട്ട് നല്ല രസമുണ്ട്. ഭയങ്കര ഒരു ഗ്രാൻഡ് ഫീൽ ടയർ കണ്ടപ്പോൾ, നല്ലൊരു ബിഗ് ടയർ ഫീൽ കേട്ടോ. നമ്മുടെ മറ്റേ റോഡ് 4 ഒക്കെ ഉണ്ടല്ലോ, റോഡ് 4 പോലെ, റോഡ് 4, റോഡ് 5 ഒക്കെ പോലെ ഒരു ഭയങ്കര ഒരു സൈസൊക്കെ തോന്നുന്നു. ഒരു അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഒരു ബിഗ് ടയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം നേരിട്ട് കണ്ടപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഫിക്സ് ചെയ്യാം. ഞാൻ വണ്ടി എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സൈലൻ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഹീറ്റിങ്ങിൻ്റെ ടിപ്സ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഇത്തിരി നൈട്രജനും കൂടെ അടിച്ചിട്ട് പോവാം. ഒരു ഒഴിച്ചിലുണ്ട് വണ്ടി, കാറ്റ് കുറവാണെന്ന് തോന്നുന്നു. നൈട്രജൻ കീച്ചിട്ട് പോവാം നമുക്ക്. തിരക്കാണെന്തോ ചോദിക്കട്ടെ. നൈട്രജൻ ആണേ? ഓ എന്തോ? ഓ അത്യാവശ്യം നല്ല കുറവുണ്ടായിരുന്നു ഗൈസ്. അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെ ഹീറ്റിങ് ഞാൻ തെർമോസ്റ്റാറ്റ് സെൻസർ മാറിയിട്ടും തെർമോസ്റ്റാറ്റ് വാൽവ് മാറിയിട്ടും മാറിയില്ലേ എന്ന് ചോദിച്ചാൽ മാറിയില്ല എന്ന് തന്നെ ഞാൻ പറയണം. അപ്പോൾ അതിന് കണ്ടെത്തിയ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു വണ്ടി ഈ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വന്നിട്ട് ഞാൻ മെക്കാനിക്കിനെ കൊടുത്തപ്പോഴത്തേക്കും പുള്ളി ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവും നമ്മുടെ ഹീറ്റ് സെൻസറൊക്കെ മാറിയിട്ടും ഇത് അതായത് നമ്മുടെ ഈ വാണിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, ഓവർ ഹീറ്റിങ്ങിൻ്റെ വാണിംഗ് ലൈറ്റ് ഇവിടെ കത്തി കിടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാം ചെയ്തു. തെർമോസ്റ്റാറ്റിൻ്റെ വാൽവ് മാറി, ഹീറ്റ് സെൻസർ മാറി, പിന്നെ നമ്മൾ ഫുള്ളി റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റേഡിയേറ്റർ ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂളൻ്റെ റിസർവയർ ഉണ്ടല്ലോ, അതിലേയും കിടന്നത് പുതിയതാക്കി. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ഓയിലും കൂളൻ്റും കൂടെ മിക്സ് ആവാതിരിക്കാനുള്ള നമ്മുടെ ഇവിടെ വരുന്നൊരു സീലിംഗ് ഉണ്ടല്ലോ, വാട്ടർ പമ്പിൻ്റെ സീല്, അത് മാറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ടും ഈ ഒരു സൈഡിൽ വാണിംഗ് ലൈറ്റ്
കുറച്ചൊരു 10 കിലോമീറ്ററിനകത്ത് തന്നെ വാർണിംഗ് ലൈറ്റ് തന്നെ കത്തിക്കിടക്കുന്നത്, അതായത് ഓവർ ഹീറ്റിൻ്റെ സെൻസർ ഇങ്ങനെ കത്തിക്കിടക്കുന്നു എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി ഇതെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ ഈ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ നമ്പർ പ്ലേറ്റ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് പുള്ളി ഇത് ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ട് കുറച്ച് ഓടി നോക്കി. ആ ഓടി നോക്കിയപ്പോഴത്തേക്കുമാണ് സംഭവം മനസ്സിലായത്. അത് ചിലപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്തേക്കാം. അതിൻ്റെ ഇഷ്യൂ പുള്ളി കണ്ടുപിടിച്ചെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൈഡിലുള്ള എയർ ഫ്ലോ ഉണ്ടല്ലോ, അതായത് വണ്ടി ഓടുമ്പോഴത്തേക്കുള്ള എയർ ഫ്ലോ എന്ന് പറയുന്നത് കറക്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ റേഡിയേറ്റർ തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡിൽ കുറച്ചൊന്ന് കർവ്ഡായിട്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാൽ നമ്മളെ KTMലപ്പോൾ Gen 3 പോലെയൊന്ന് കർവ്ഡായിട്ടൊന്നുമല്ല റേഡിയേറ്റർ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗാർഡ് ചെറിയ കർവ്ഡായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് ഒരു കർവ് ഷേപ്പിലാണ് വെച്ചേക്കുന്നത്. പുള്ളി ഈ നമ്പർ പ്ലേറ്റ് ഇവിടെ നിന്ന് മാറിയിട്ട് ഓടി നോക്കിയപ്പോഴത്തേക്കും വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല. അതായത് ഡയറക്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടി ഓടുമ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഡയറക്റ്റ് എയർ ഫ്ലോ റേഡിയേറ്ററിലേക്ക് കിട്ടാതെയാണ് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നതെന്ന്. എനിക്കറിയാൻ വയ്യ ഏതെങ്കിലും മെക്കാനിക്ക് ഏതെങ്കിലും വീഡിയോയിൽ ഇതുവരെ ഈ വണ്ടി പണിയുന്ന ചരിത്രത്തിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഞാനും ഒരുപാട് വീഡിയോ തപ്പി എന്തുകൊണ്ടാണ് ഇത് ഓവർ ഹീറ്റ് ആവുന്നത്, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നൊക്കെ. പക്ഷേ പുള്ളി കണ്ടുപിടിച്ച ആ ഒരു റീസണാണ് ഈ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ചോദിക്കും ഇപ്പോഴും ആ നമ്പർ പ്ലേറ്റ് അങ്ങനെയല്ലേ വെച്ചേക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഞാൻ ആദ്യം വെച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറച്ചൊന്ന് തലയൊന്ന് പൊക്കി ഇങ്ങനെ ചരിച്ചാണ് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല. അതായത് ഈ താഴത്തെ ഫ്രെയിം ഉണ്ടല്ലോ, ഈ താഴത്തെ ഫ്രെയിം നമ്മുടെ ഈ നമ്പർ പ്ലേറ്റുമായിട്ട് തട്ടിയാണ് ഇരുന്നത്. അതായത് ഇവിടെ നിന്നുള്ള എയർ ഫ്ലോ ഡയറക്റ്റ് നമ്മുടെ റേഡിയേറ്ററിലോട്ട് കിട്ടാത്ത രീതിക്കാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ വെച്ചേക്കുന്നത് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്യാവശ്യം കുറച്ചൊന്ന് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ കൂടെ എയർ അകത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊക്കിയാണ് വെച്ചേക്കുന്നത്. കാരണം UST4 ചെയ്തേക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു പഴയ ക്ലാമ്പ് വെക്കാനുള്ള, അതായത് സ്റ്റോക്കായിട്ട് ഇങ്ങനെ 2 ക്ലാമ്പിലാണ് വരുന്നത്. ഇവിടെ വെക്കാനുള്ളൊരു സിസ്റ്റവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് താഴെ മാത്രമേ ഒരു ക്ലാമ്പിൽ ഒരു L ക്ലാമ്പിൽ നമ്പർ പ്ലേറ്റ് വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് വെച്ചതിന് ശേഷം വണ്ടിക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മെക്കാനിക്ക് കണ്ടുപിടിച്ച ഈ ഒരു റീസൺ അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളം അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു കഴിഞ്ഞ ദിവസം എനിക്കൊരു സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞു, പുള്ളി വീഡിയോ കാണാറുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു ബ്രോ ഈ ഒരു റീസൺ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു സമയത്താണ് എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കൂടെ ഈ ഒരു കണ്ടൻറ്റ് കൂടെ ഉൾപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചത്. എത്ര പേർക്ക് ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നിങ്ങളിപ്പം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു നമ്പർ പ്ലേറ്റ് കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് എടുത്തങ്ങ് മാറ്റുക. ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ട് വണ്ടി ഈ പറഞ്ഞ പോലെ ഒരു 10 കിലോമീറ്ററിനകത്താണ് കൂടുതൽ പേരും പറയാറുള്ളത് ഓവർ ഹീറ്റ് ആവുന്നെന്നും. 10 കിലോമീറ്റർ കൂടുതൽ കണ്ടിന്യൂസ് ഒരു 10 15 ഒരു 20 കിലോമീറ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടി നോക്കുക. ആദ്യം ചെയ്യേണ്ടത് അതാണ് കേട്ടോ. ഇത് ഫുൾ സെറ്റ് ഇവിടെ നിന്ന് എടുത്തങ്ങ് മാറ്റുക, നമ്പർ പ്ലേറ്റ് ഫുൾ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഓടി നോക്കുക. ചിലപ്പോൾ എൻ്റെ വണ്ടിയുടെ എനിക്ക് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഒരു ഫുള്ളി ഫെയർഡ് ബൈക്കൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ RS1 എടുക്കുക. RS1 ഫുള്ളി ഫെയർഡാണ്. ഈ ഒരു സൈഡിൽ ഫുള്ള് ഫെയറിങ് വരുന്നുണ്ട്, ഫുൾ കിറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്നുള്ള എയർ ഫ്ലോ ഒക്കെ എങ്ങനെയാണ് അകത്തോട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നോ ഐഡിയ. എൻ്റെ വണ്ടിക്ക് ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈ ഒരു റീസൺ ഉണ്ടായി. അപ്പോൾ ഞാൻ പക്ഷേ ഈ നമ്പർ പ്ലേറ്റ് മാറ്റിയപ്പോഴത്തേക്കും എനിക്കത് സോൾവ് ആയി. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് വെച്ചപ്പോഴത്തേക്കും വണ്ടി ഇപ്പോൾ നോർമലാണ്. അപ്പോൾ ആരെങ്കിലും ഒരു ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സൊല്യൂഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹീറ്റിംഗ് മാറാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു വ്യത്യസ്തമായ റീസണായിട്ട് തോന്നും. ഈ ഫെയർഡ് ബൈക്ക് ഇപ്പോൾ RC200 RS100 എടുത്ത് നോക്കിയാലും അപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് മാത്രമേ എയർ ഫ്ലോ കിട്ടുള്ളൂ. ഇതിപ്പോൾ നേക്കഡ് ബൈക്കാണ്. ഈ ഒരു സൈഡിലൊക്കെ ഫുള്ളി വിസിബിളായിട്ടാണ് കിടക്കുന്നത്, ഫുള്ളി തുറന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാറ്റടിക്കൂല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ ഒരു റീസൺ ഉണ്ടായി ഗൈസ്. എനിക്കറിയാൻ വയ്യ. എന്തായാലും ഇപ്പോൾ സോൾവ് ആണ്. ഈ സാധനത്തെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടപ്പോഴത്തേക്കും സംഭവം അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു പരീക്ഷണം നടത്താൻ ഓക്കെയാണ്, നിങ്ങളെ വണ്ടി ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ വണ്ടിക്ക് സോൾവായി. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവും ഹീറ്റ് സെൻസറൊക്കെ മാറിയപ്പോഴത്തേക്കും വണ്ടി ഓക്കെ ആയെന്നാണ്. പക്ഷേ ഈ ഒരു സാധനം മെയിൻ വില്ലനായിരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുകയെന്ന് അറിയാൻ വയ്യ. ഈ ഒരു സൈഡിൽ കണ്ടോ, ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നൈസായിട്ട് കാറ്റിങ്ങനെ എയർ ഫ്ലോ കിട്ടേണ്ട രീതിക്കാണ് അത് കർവ്ഡായിട്ടാണ് കൊടുത്തേക്കുന്നത് എൻ്റെ ഒരു ഗാർഡ്. പക്ഷേ നോ ഐഡിയ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ സോൾവ് ആയേക്കാം. ലാസ്റ്റ് മെസ്സേജ് അയച്ചാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും പുള്ളിയുടെ വണ്ടി ഹീറ്റ് ഉണ്ടെന്നാണ്. പിന്നെ നമ്മൾ വേറെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് വയറിംഗ് കിറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് മീറ്റർ ഷോർട്ട് ഉണ്ടെങ്കിൽ റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ് വർക്ക് ആവും കേട്ടോ. ഈ ഒരു മീറ്ററിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ ചിലപ്പോൾ എന്തെങ്കിലും വയർ കട്ട് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയോ എന്തെങ്കിലും രീതിക്ക് മീറ്റർ ഷോർട്ട് ഉണ്ടെങ്കിൽ റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ് വർക്കായിക്കൊണ്ടിരിക്കും. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ CD യൂണിറ്റ് ചെക്ക് ചെയ്യുക, പിന്നെ ഫാൻ്റെ റിലേ കൂടെ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് അതും കഴിഞ്ഞിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വയറിംഗ് കിറ്റ് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിലും ഫാൻ ചിലപ്പോൾ ഇതേപോലെ വർക്കായേക്കാം, അല്ലെങ്കിൽ ഓവർ ഹീറ്റിൻ്റെ ഇത് കാണിച്ചേക്കാം. അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു ഡെയിലി വ്ളോഗാണ്.
ടയർ അത് തന്നെ ഇടണമെന്നുള്ള കാര്യം നിങ്ങൾ പറയാം കേട്ടോ. എനിക്കെന്തായാലും ടയർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹീറ്റിംഗ് ഉള്ള എൻ്റെ മച്ചാന്മാർ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ NS ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ചിലപ്പോൾ സോൾവ് ആയേക്കും. കാരണം എൻ്റെ സോൾവായി, ഇപ്പോൾ വേറെ സീനൊന്നുമില്ല. ഇവിടെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ റേഡിയേറ്റർ ഫാൻ ഓൺ ആവുന്നില്ല. റേഡിയേറ്റർ ഫാൻ ഓൺ ആവണ്ടെന്നല്ല ഞാൻ പറയുന്നത്, റേഡിയേറ്റർ ഫാൻ ഓൺ ആവണം. എപ്പോൾ ഓൺ ആവണമെന്ന് വെച്ചാൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ തള്ളി ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് എടുക്കൂലേ, ആ സമയത്ത് നോർമലി റേഡിയേറ്റർ ലിക്വിഡ് കൂൾ വണ്ടിയാണ്, റേഡിയേറ്റർ ഫാനുള്ള വണ്ടിയാണെങ്കിൽ ആ സമയത്ത് ഓൺ ആവും. അങ്ങനെ ഓൺ ആവണം. റേഡിയേറ്റർ ഫാൻ ഓൺ ആവുന്ന നല്ലൊരു എഞ്ചിൻ്റെ ലക്ഷണമാണ് റേഡിയേറ്റർ ഫാൻ ഓൺ ആവുക എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് എപ്പോഴും ഓൺ ആവുന്നതല്ല, എപ്പോഴും ഓൺ ആവുന്നുണ്ട്. ഒരു 10 കിലോമീറ്ററിനകത്തൊക്കെ ഓൺ ആവുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. നോർമലി ഇപ്പോൾ NSൻ്റെ കാര്യം എടുത്താൽ നമ്മുടെ KTMൻ്റെ സെയിം എഞ്ചിനാണെങ്കിൽ പോലും KTMൽ ഫാൻ ഓൺ ആവുന്ന പോലെ ഇതിലെന്തായാലും ഫാൻ ഓൺ ആവത്തില്ല. കണ്ടിന്യൂസ് എനിക്ക് തന്നെ ഈ വണ്ടിയിൽ ആദ്യം ഫസ്റ്റ് ഈ ഫാൻ ഓണായി കാണുന്നത് ഒരു കണ്ടിന്യൂസ് ഒരു 50+ ഒരു 55+ ഒക്കെ കിലോമീറ്റർ വണ്ടി ഒന്ന് ഓഫാകാൻ നിർത്തിയ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഇതിൽ ഫാൻ ഓണായി കാണുന്നത്. അങ്ങനെ KTMൽ ഓണാവുന്നതൊക്കെ അത്ര അഗ്രഷൻ കാണിക്കാത്ത എഞ്ചിൻ അല്ലാത്തതുകൊണ്ട്, അതായത് ഒരു 5K RPM ശേഷമാണ് അഗ്രഷൻ ഇതിലാവുന്നത്. KTMൻ്റെ പോലത്തെ അല്ല, ഡിഫറൻറ്റ് ട്യൂണിങ്. സെയിം എഞ്ചിനാണെങ്കിലും ബജാജിൻ്റെ ഡിഫറൻറ്റ് ട്യൂണിങ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഇത് ഹീറ്റ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻജിൻ റേഡിയേറ്റർ ഫാൻ ഓൺ ആവുന്നത് നല്ല എൻജിൻ്റെ ലക്ഷണമാണ്. നല്ല എൻജിൻ നല്ല പക്ക കണ്ടീഷൻ ആണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് റേഡിയേറ്റർ ഫാൻ ഓൺ ആവുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ കണ്ടൻറ്റ് ആഡ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഹീറ്റിങ് മാറാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, കഷ്ടപ്പെട്ട വീഡിയോ ചെയ്തല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ചിലപ്പോൾ മൈലേജ് ടെസ്റ്റ് വീഡിയോ ആയിരിക്കും. മൈലേജ് ടെസ്റ്റ് വേണമെന്ന് 1 2 3 4 ഒരു 3 കമൻറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊരു 3rd റൗണ്ട് മൈലേജ് ടെസ്റ്റും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ. അടുത്തൊരു വീഡിയോ കാണാം.